ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേഡേഴ്സ്, ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക്. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 13,760, 19 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 46,960, 70 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 30,714, 132 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്: പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,740 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 13,764. ജസ്റ്റ് ഒരു പേരിന് മാത്രമായിട്ടുള്ളൊരു ഗ്യാപ്പ്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് 13,772, ഡേ ലോ വാസ് 13,658 ആൻഡ് 19 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,760 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, അത് വീക്ക്ലി വൈസിലും. അതേസമയം ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി പാറ്റേൺ ആണ്. ആൻഡ് ഇന്ന് പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് കാണാൻ കഴിഞ്ഞത് IT ആൻഡ് ഫാർമ സെക്ടറിലാണ്. ആൻഡ് വീക്ക്നെസ് കാണാൻ കഴിഞ്ഞത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യലിലും ഓട്ടോ ആൻഡ് മെറ്റൽ സെക്ടേഴ്സിലുമാണ്. ഫ്രണ്ട്സ്, അടുത്ത ട്രേഡിംഗ് സെഷൻസിൽ 13,650 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനുള്ള സാധ്യത നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ബുൾസിൻ്റെ അടുത്തൊരു ടാർഗറ്റ് 14,000 തന്നെയാണ്, ഒരു സംശയം വേണ്ട. ദേ വിൽ അച്ചീവ് ഇറ്റ്. ആൻഡ് ഇന്ന് ഇന്ത്യ വിക്സ് ഡൗൺ ബൈ അഗെയിൻ 2.81%. ഓക്കെ, നല്ലൊരു ബുൾസിന് ഫേവറായിട്ടുള്ള ഒരു വോളറ്റാലിറ്റി തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 13,000 സ്റ്റിൽ റിമെയിൻ ആസ് എ മാക്സിമം പുട്ടിൻ്റെ OI ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500. കോൾ ഓപ്പൺ ഇൻട്രസ്റ്റും മാക്സിമം 13,000 തന്നെ എടുക്കുന്നതാണ്. സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞാൽ 14,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,200-ലും. പുട്ടിൻ്റെ റേറ്റിംഗ് 13,700-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500-ലും. ഓപ്ഷൻ ഡാറ്റയുടെ ഒരു അക്കോർഡിംഗ് ടു ഓപ്ഷൻ ഡാറ്റ ഒരു നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് കാണിക്കുന്നത് 13,500 to 14,000 ലെവൽസാണ്, ഒരു വൈഡ് റേഞ്ച് ഉണ്ടാവും. That's all for Nifty. Next is Bank Nifty. Bank Nifty ഇന്നും ഒരു ഫ്ലാറ്റ് ലെവൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത് 30,841 and couldn't sustain previous day's close which is 30,847. And throughout the day index was really എന്താ പറയുക, ഒരു അണ്ടർ പ്രഷർ മോഡിൽ തന്നെയായിരുന്നു. സം ഏരിയാസിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് ഇറ്റ്സ് കറക്റ്റഡ് ടുവേർഡ് ഒരു കീ സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്ന 30,350. കറക്റ്റ് ചെയ്ത് റീകൂപ്പ് ചെയ്യായിരുന്നു അവിടുന്ന്. സോ വിച്ച് ഈസ് അറൗണ്ട് 350 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 132 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 30,714 ഇന്ന് ക്ലോസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി സ്കെയിലിൽ. നിഫ്റ്റി സ്റ്റിൽ വീക്ക് സിഗ്നൽ തന്നെയാണ് കാണിക്കുന്നത്, ബിക്കോസ് ലോട്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് ഗോയിങ് ഓൺ. On other hands, heavy weights എല്ലാം ഒരു സ്റ്റെപ്പ് ബാക്ക് മോഡിലാണ്. They are just watching, like they are waiting for something. Let's see എന്താണ് അവർ നോക്കി കാണുന്നത്, എന്തുകൊണ്ടാണ് പെർഫോം ചെയ്യാത്തത്. ഓക്കെ, വരാനിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കും. ആൻഡ് ഒരു മെയിൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് സസ്റ്റെയിൻ അബൌവ് 30,500. എന്നാൽ മാത്രമാണ് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായി 31,000-ലേക്കും 31,200 ലെവലിലേക്കും മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുള്ളൂ. അതേസമയം സപ്പോർട്ട് സോൺ സ്റ്റിൽ എക്സിസ്റ്റ് 30,350 വിച്ച് ഹിറ്റ് ടുഡേ ഓൾറെഡി. ആൻഡ് സെക്കൻഡ് ഈസ് 30,200 ലെവലും. ഇന്ന് പോസിറ്റീവ് സെറ്റപ്സ് കാണാൻ കഴിഞ്ഞത് പേജ് ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡീസ്, Cummins India, Pidilite, Bicon, Infosys, Bajaj Auto, Titan, Asian Paints and Cipla. വീക്ക്നെസ് കാണാൻ കഴിഞ്ഞ RBL ബാങ്ക്, ഭാരതി ഇൻഫ്രാടെൽ, ശ്രീറാം ട്രാൻസ്പോർട്ട്, മാരുതി സുസുക്കി, പെട്രോനെറ്റ് LNG, XYZ. ഇന്നത്തെ FIs ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ മൈ ഗോഡ്, അന്നത് FIസിൻ്റെ ഭാഗത്തു നിന്ന് 14,649 ബൈ വാല്യൂ ആണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം സെൽ വാല്യൂസ് 11,928, നെറ്റ് വാല്യൂസ് 2,720. 2,720 കോടിയുടെ ബൈങ് ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്ന് ബൈ വാല്യൂസ് 4,224, സെൽ വാല്യൂസ് 6,649, നെറ്റ് വാല്യൂസ് -2,424. DIസിൻ്റെ ഭാഗത്തു നിന്ന്
2424 CRൻ്റെ സെൽ ഓഫാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഫ്രണ്ട്സ്, നിഫ്റ്റിയുടെ PE റേഷ്യോ എബോവ് 32 ആണ്. സോ മാർക്കറ്റിൽ പല ടോക്സ് ഉണ്ട്. എബോവ് 28 മീതെ മാർക്കറ്റ് ക്രാഷ് ഉറപ്പാണ്, അങ്ങനെയാണ് എന്നൊക്കെയുള്ള പല ടോക്കുകളുണ്ട്. ഓഫ് കോഴ്സ് PE റേഷ്യോ കൂടിയോണ്ട് മാർക്കറ്റ് ക്രാഷ് ആവണമെന്നില്ല. ദാറ്റ്സ് ഓൾ, നത്തിങ് ടു ഡു വിത്ത് PE റേഷ്യോ. ഓഫ് കോഴ്സ് PE റേഷ്യോ ആയിട്ട് റിലേറ്റഡ് ആണ് മാർക്കറ്റ്, ബട്ട് ഓക്കെ, അത് പല രീതികളിലുണ്ട്. അത് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോയിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഗോ ടു NSE വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് വാട്ട് ഈസ് PE റേഷ്യോ. ഓക്കെ, അപ്പോൾ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് PE റേഷ്യോ കൂടിയുണ്ട്. PE റേഷ്യോ ഇനി 40, 42, 45 വേണമെങ്കിൽ പോകാം. പക്ഷേ അത് റിലേറ്റഡ് ആണ് മാർക്കറ്റുമായിട്ട്, ബട്ട് ക്രാഷുമായിട്ട് അതിന് ബന്ധപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. That's all for today, friends. Standard disclaimer, this is all my personal views. My view may get wrong. Don't follow it blindly. Please do your own analysis or consult a financial advisor before you enter the market or trade. That is always better for you. Athramatram friends, and please don't forget to subscribe my channel. Hit the like button. Share it. Money endayilum odicholo. Ting. Happy weekend. Take care. Good night.